ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഡോസൽ വെൻട്രൽ പാറ്റേൺ എങ്ങനെ ഡ്രോസോഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോസൽ പ്രോട്ടീനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ഡോസൽ പ്രോട്ടീൻ്റെ ഒരു ഗ്രേഡിയൻറ്റ്, ആ ഗ്രേഡിയൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഇഫക്റ്റ് ഡ്രോസോഫിലയുടെ ഡെവലപ്മെൻറ്റിൽ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ കാണാൻ പോകുന്നത്. ഡോസൽ പ്രോട്ടീൻ്റെ ഗ്രേഡിയൻറ്റ് എന്ത് ഇഫക്റ്റാണ് നമ്മുടെ ഡ്രോസോഫിലയുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാക്കുക നോക്കാം. അപ്പം അതിന് നമ്മൾ എടുക്കുന്നത് 14th റൗണ്ട് ഓഫ് സെൽ ഡിവിഷൻ. 14th റൗണ്ട് ഓഫ് സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത ഡ്രോസോഫിലയുടെ എംബ്രിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലാസുല ഫോം ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ അല്ലേ? അപ്പം ഇനി ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ അതിനെ ഈ ഒരു ഫോമിൽ സ്കീമാറ്റിക് ആയിട്ട് വരച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇവിടെയെല്ലാം സെൽസ് ഉണ്ട്. സെൽസ് ഇങ്ങനെ സെൽസ് ആണ്, കാരണം ക്രോസ് സെക്ഷൻ ആണല്ലോ. ഇവിടെ ആ സ്പേസ് സെൽസ്. അപ്പം സെൽസ് വിത്ത് മോർ എമൗണ്ട് ഓഫ് ഡോസൽ പ്രോട്ടീൻ. എവിടുത്തെ സെൽസിലാണോ കൂടുതൽ ഡോസൽ പ്രോട്ടീൻ കിട്ടുന്നത് ആ സെൽസ് എന്തായിട്ട് മാറും? ഈ ഡ്രോസോഫിലയുടെ ഡെവലപ്മെന്റിൽ എന്തായിട്ട് മാറും? മീസോഡേം സെൽസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ മീസോഡേം ആയിട്ട് മാറും. ഏതിന്? കൂടുതൽ എമൗണ്ട് ഡോസൽ പ്രോട്ടീൻ കിട്ടുന്ന സെൽസ്. ഓക്കെ, അപ്പോൾ കുറച്ച് കിട്ടുന്നതിനോ അതിനെ ഈ സെൽസിനെ കമ്പയർ ചെയ്ത് കുറച്ച് കിട്ടുന്ന സെൽസ് എന്തായിട്ട് മാറാം? ഗ്ലിയൽ അല്ലെങ്കിൽ എക്ടോഡെർമൽ സെൽസ് ആയിട്ട് മാറാം. ഗ്ലിയൽ മീൻസ് ന്യൂറൽ എക്ടോഡോം അല്ലെങ്കിൽ എക്ടോഡോം സെൽസ് ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മോർഫോജനറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ വെൻട്രൽ റീജിയനിലെ 16 സെൽസിൻ്റെ ഒരു ഇൻവാജിനേഷനാണേ. ഇവിടെ ഇപ്പോൾ 16 സെൽസ് ഒന്നും വരയ്ക്കാനുള്ള സ്പേസ് ഇല്ല, മീൻസ് എനിക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഇമാജിൻ ചെയ്യുക, ഇവിടെ 16 സെൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻവാജിനേഷൻ ആണ് ആദ്യത്തെ ഒരു മോർഫോജനറ്റിക് മൂവ്മെൻറ്റ് ഗ്യാസ്ട്രുലേഷനിലേക്ക്. അപ്പം ആ ഒരു ഇൻവാജിനേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്ത് റിസൾട്ട് കൊണ്ടാണ് അങ്ങനെ ഒരു ഇൻവാജിനേഷൻ സംഭവിക്കുന്നത്? അപ്പം അങ്ങനെ 16 സെൽസ് ഇൻവാജിനേറ്റ് ചെയ്തിട്ടാണ് മീസോഡോം ഫോം ചെയ്യും. അതിൽ നിന്നാണ് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? ബോഡി മസിൽസ്, ഫാറ്റ് ബോഡീസ്, ഗൊനാഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതിൽ നിന്നാണേ. അപ്പം ആ ഇൻവാജിനേഷൻ വെൻട്രൽമോസ്റ്റ് സെൽസിൻ്റെ ഞാൻ കാണിച്ചായിരുന്നല്ലോ സ്ലൈഡിൽ. അപ്പം എംബ്രിയോയുടെ ക്രോസ് സെക്ഷൻ ചക്ക ഉണകരിക്കും. അതിൽ വെൻട്രൽമോസ്റ്റ് സെൽസ് അത് ഇൻവാജിനേറ്റ് ചെയ്യും. അപ്പോൾ ആ ഇൻവാജിനേഷനിൽ എങ്ങനെയാണ് ഡോസൽ പ്രോട്ടീൻ്റെ ഒരു ഗ്രഡേഷൻ, കോൺസെൻട്രേഷൻ്റെ ഗ്രഡേഷൻ, അതിന് വാട്ട്സ് ഇറ്റ്സ് റോൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതാണ്ടോ ഇപ്പം ആ സ്കീമാറ്റിക് കണ്ടോ, ഇവിടെ ഈ സ്കീമാറ്റിക് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് സെൽസ് എവിടെ എന്ന് വിചാരിക്കും. അപ്പോൾ ആ സെൽസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിംപിളി ഞാൻ സെൽസ് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓർത്തോണം, ഈ ഒരു സെൽസ് ഒരു ബോളാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡോസൽ പ്രോട്ടീൻ എവിടെ നിന്ന് വരും? ഡോസൽ ജീൻ്റെ എക്സ്പ്രഷൻ്റെ റിസൾട്ടായിട്ടാണ് ഡോസൽ പ്രോട്ടീൻ വരുന്നത്. അപ്പോൾ ഈ ഡോസൽ പ്രോട്ടീനിന് ഇത് ആക്ട് ചെയ്യുന്ന 5 ടാർഗറ്റ് ജീൻസ് ഉണ്ട്, ഈ എല്ലാ സെൽസിലും ഉണ്ട്. അപ്പം നമ്മൾ ഈ വെൻട്രൽമോസ്റ്റ് സെൽസിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം എവിടെയാണെങ്കിലും ഈ ഡോസൽ പ്രോട്ടീൻ അതിന് ആക്ട് ചെയ്യേണ്ട 5 ടാർഗറ്റ് ജീൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ജീൻസ്? അതിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചോ. ട്വിസ്റ്റ്, സ്നെയിൽ, FGF8 റിസപ്റ്റർ, ദെൻ റോംബോയിഡ്. അപ്പം ഈ ജീനുകളെ എല്ലാം ഇതിൻ്റെ എല്ലാം ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ഡോസൽ പ്രോട്ടീനിന് പറ്റും. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ട്വിസ്റ്റും സ്നെയിലും ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീൻസ്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? വെൻട്രൽമോസ്റ്റ് സെൽസ് മീസോഡോം ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ജീനുകൾ ഏതൊക്കെയാണ്? ട്വിസ്റ്റും സ്നെയിലും. അപ്പം നമ്മൾ അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ
ഏത് മീസോഡേം ഫീനോടൈപ്പ് ഉണ്ടാകുള്ളൂ. അത് എവിടുന്നാ ഉണ്ടാവുന്നത്? 16 വെൻട്രൽ സെൽസിൽ നിന്ന്. അപ്പം എന്തുകൊണ്ടാണ് 16 വെൻട്രൽ സെൽസിൽ നിന്ന് ഡെവലപ്മെന്റ് വരുന്നത്? ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡോസൽ പ്രോട്ടീൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഡോസൽ പ്രോട്ടീൻ വരുമ്പോൾ ഏത് ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യും? ട്വിസ്റ്റ് ആൻഡ് സ്നെയിൽ ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ഓക്കെ, അപ്പം അവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹൈ കോൺസെൻട്രേഷനോ ഡോസൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തുള്ളൂ എന്ന് പറയുന്നത്? കാരണമുണ്ട്. നല്ല സഫിഷ്യൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഡോസൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീൻസ് ട്രാൻസ്ക്രൈബ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ട്രാൻസ്ക്രൈബ്ഡ് ആവത്തില്ല. അതാണ് പോയിന്റ്. ഓക്കെ, അപ്പം വിട്ടുകളാ. അപ്പൊ ഈ ട്വിസ്റ്റ് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്നെയിൽ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? രണ്ടും ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓരോ പ്രോട്ടീൻ ഉണ്ടാവും. ട്വിസ്റ്റിൽ നിന്ന് ട്വിസ്റ്റ് പ്രോട്ടീൻ, സ്നെയിൽ ജീനിൽ നിന്ന് സ്നെയിൽ പ്രോട്ടീൻ. അപ്പൊ ഈ ട്വിസ്റ്റ് പ്രോട്ടീൻ എന്ത് ചെയ്യും? ഇത് ആക്ടിവേറ്റ് ചെയ്യും ഈ മീസോഡോമൽ 16 സെൽസ്. അതിന്റെ കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഈ 16 സെൽസിലെ മീസോഡെർമൽ ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. പോയി എന്തോ മീസോഡോമാവ് എന്ന് ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഈ സ്നെയിൽ എന്താ ചെയ്യുന്നത്? സ്നെയിൽ ജീനിൽ നിന്നുണ്ടാവുന്ന സ്നെയിൽ പ്രോട്ടീൻ എന്താ ചെയ്യുക? ഇത് പോയി റിപ്രസ് ചെയ്യും. അടങ്ങിയിരി. ഏതിനെ? നോൺ മീസോഡെർമൽ ജീൻസിനെ. അടങ്ങിയിരി, നിങ്ങൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് റിപ്രസ് ചെയ്യും. എവിടെ? ഈ സെൽസിൽ. എന്തുകൊണ്ട്? ഇവിടെ ഡോസൽ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഉണ്ടാകും. ഇത് രണ്ടും ഉണ്ടാവുന്നതുകൊണ്ട് ഈ ട്വിസ്റ്റ് മീസോഡോമൽ ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. മീസോഡോം ഫോം ചെയ്യേണ്ട ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. നോൺ മീസോഡോമൽ ജീൻസിനെ സപ്രസും ചെയ്യും. മനസ്സിലായോ? അപ്പം ഈ നോൺ മീസോഡോമൽ ജീൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അതാണ് ഈ FGF8ഉം റോംബോയിഡും. അപ്പം ഈ വെൻട്രൽ സെൽസിൽ ഡോസൽ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, അതുകൊണ്ട് ട്വിസ്റ്റും സ്നെയിലും പ്രോട്ടീൻ ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്ത്? ഈ സ്നെയിൽ പോയിട്ട് ഈ ജീൻസിൻ്റെ എക്സ്പ്രഷനെ തടയും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഡോസൽ എന്ന് പറയുന്ന പ്രോട്ടീൻ അതിവിടെ ആദ്യം കൂടിയ എമൗണ്ടിൽ വരുമല്ലോ. ഇതിന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീനുകളാണ് ഇതെല്ലാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവത്തില്ല, തുടക്കത്തിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടാം, ഇതിൻ്റെ എക്സ്പ്രഷൻ ഇവിടെയും ഉണ്ടാകാം. പക്ഷേ ആ എക്സ്പ്രഷനെ ആരാ തടയുന്നത്? സ്നെയിൽ പ്രോട്ടീൻ വന്ന് തടഞ്ഞിട്ടാണ് ഈ വെൻട്രൽ സെൽസിനെ എന്ത് മാത്രം ആവാൻ പ്രേരിപ്പിക്കുന്നത്? ഇറ്റ് പ്രോംപ്റ്റ് ദീസ് സെൽസ് only to become mesodermal cells. മനസ്സിലായോ? അപ്പോൾ ഡോസൽ പ്രോട്ടീൻ കൂടുതൽ ഇവിടെ കിട്ടും. കൂടുതൽ കിട്ടുമ്പം ട്വിസ്റ്റും സ്നെയിലും ഉണ്ടാവും. ട്വിസ്റ്റ് ഇവിടെയുള്ള മീസോഡോമൽ ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ സെൽസിനെ മീസോഡോമാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. സ്നെയിൽ എന്ത് ചെയ്യും? ഇവിടെയുള്ള നോൺ മീസോഡോമൽ ജീൻസ് ആയിട്ടുള്ള FGF8നെയും റോംബോയിഡിനെയും സപ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യണ്ട, നിങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ സപ്രസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അതാ അവിടെ എഴുതിയിരിക്കുന്നത്. So, rhomboid and FGF8 are not expressing in the ventral cells, but they are expressing. അപ്പം ഈ ഒരു ഏരിയയുടെ തൊട്ട് മുകളിൽ ഏരിയയിൽ സെൽസ് ഉണ്ടല്ലോ, ആ ഏരിയയിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങനെ ഡോസൽ കൂടുതൽ, ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പം കുറഞ്ഞുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ട്വിസ്റ്റും സ്നെയിലും ഇല്ല, ഇതിനെ സപ്രസ് ചെയ്യാൻ. അപ്പോൾ അവിടെ എന്ത് എക്സ്പ്രസ്ഡ് ആവും? FGF8ഉം റോംബോയിഡും ഒക്കെ എക്സ്പ്രസ് ആവും. ഇവിടെ ഈ ഭാഗത്ത് അവർ എക്സ്പ്രസ് ആവുമ്പം ആ സെൽസിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? പ്രിസംറ്റീവ് ന്യൂറൽ എക്ടോഡോമാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വെൻട്രൽ സെൽസിലെ ന്യൂക്ലിയസിൻ്റെ അകത്തെ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമുക്കറിയാം അവിടെ ഡോസൽ കൂടുതലായതുകൊണ്ട് ട്വിസ്റ്റും സ്നെയിലും പ്രോട്ടീൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സോ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ടോ, ട്വിസ്റ്റ് പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും വെൻട്രൽ സെൽസിൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇവിടെയുള്ള വേറെ ചില ജീൻ, FGF8 റിസപ്റ്റർ. FGF8 ജീൻ അല്ല കേട്ടോ, FGF8 റിസപ്റ്റർ ഫോം ചെയ്യാനുള്ള ജീൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. എപ്പോഴ്? ട്വിസ്റ്റിൻ്റെ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടി നിൽക്കുന്ന ആ കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞായിരുന്നല്ലോ,
എന്നിട്ടേ ഇവിടെ എന്തോ ഉണ്ടാവും, FGF8 പ്രോട്ടീൻ ഉണ്ടാവും. കാരണം ഡോസലിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറവായോണ്ട് FGF8 ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തോ എക്സ്പ്രസ് ആയിട്ടുണ്ട്, FGF8 റിസപ്റ്റർ ഈ വെൻട്രൽ മോസിസ് സെൽസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈ FGF8 പ്രോട്ടീൻ വന്ന് ഈ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും. അപ്പൊ അതൊരു സ്റ്റിമുലേഷൻ, ഒരു ഇമ്പൾസ് ആണ്. അതിന്റെ റിസൾട്ട് ആയിട്ട് ഈ 16 വെൻട്രൽ മോസിസ് സെൽസ് അകത്തോട്ട് ഇൻവാജിനേറ്റ് ചെയ്യും. അപ്പൊ അതെങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്തേന്ന് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ മോളെ ഇനിയും സെൽസ് ഉണ്ടല്ലോ ലാറ്ററൽ മോസ്റ്റ് സൈഡിൽ. അപ്പൊ അവിടെ ഡോസലിന്റെ കോൺസെൻട്രേഷൻ ഇന്റർമീഡിയറ്റ് ലെവൽ ആയിരിക്കുമല്ലോ. അവിടെ ആ ഇന്റർമീഡിയറ്റ് ലെവൽ ആവുമ്പം അവിടെ വേറൊരു ജീൻ ആക്ടിവേറ്റഡ് ആവും. ഏത് ജീനാ? സോഗ് ജീൻ. സോഗ്. അപ്പൊ ഈ സോഗ് ജീൻ ആക്ടിവേറ്റഡ് ആകുമ്പം ആ ഭാഗം എന്താവും? ന്യൂറൽ എക്ടോഡോമായിട്ട് മാറും. അപ്പൊ ഇത് ഇങ്ങനെ അകത്തോട്ട് ഇൻവാജിനേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം ന്യൂറൽ എക്ടോഡോമിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാമല്ലോ. മൂവ് ചെയ്ത് വന്ന് ഈ എംബ്രിയോയുടെ ബോട്ടം പോർഷൻ അങ്ങ് കവർ ചെയ്യും. ഓക്കെ. സോഗ് പ്രോട്ടീൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പ്രിവെന്റ് ദ എക്ടോഡോം ഇൻ ദിസ് റീജിയൻ ഫ്രം ബിക്കമിങ് ഹൈപ്പോഡർമസ്. ഹൈപ്പോഡർമസ് ആവുന്നതിനെ പ്രിവെന്റ് ചെയ്തിട്ട് അവിടെ എന്താണ് നടക്കുന്നത്? ന്യൂറൽ ഡിഫറൻസിയേഷൻ നടക്കും. ന്യൂറൽ ഡിഫറൻസിയേഷൻ നടന്നിട്ട് ഇവിടെ ഈ മീസോഡോം ഇൻവാജിനേറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് ഈ ന്യൂറൽ എക്ടോഡോം ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇതേ പൊസിഷൻ അറ്റ് ദ ബോട്ടം ഓഫ് ദി എംബ്രിയോയുടെ ബോട്ടം വന്ന് കവർ ചെയ്ത് നിൽക്കും. ഓക്കെ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഡോസൽ പ്രോട്ടീൻ്റെ വേറൊരു സ്വഭാവം. ഇത് പിന്നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ചില ജീൻസിനെ ഈ ഡോസൽ പ്രോട്ടീൻ തന്നെ നേരിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ ഡോസലിന് രണ്ട് സ്വഭാവമുണ്ട്, ആക്ടിവേറ്റ് ചെയ്യും, ഇനാക്ടിവേറ്റ് ചെയ്യും. ഏതിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. 5 ടാർഗറ്റ് ജീൻസ് ഉണ്ട്, മെയിനായിട്ട് ടെസ്റ്റ് സ്നെയിൽ ഒക്കെ, അതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. ഇനി ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഏതിനായിരിക്കും? ഡോസലൈസ് ചെയ്യുന്ന സെൽസിനെ ഡോസലൈസ് ചെയ്യുന്ന ജീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അതാണ് പറയുന്നത്. ഡോസൽ പ്രോട്ടീൻ ക്യാൻ ഇനാക്ടിവേറ്റ്. ഏതിനെ ഇനാക്ടിവേറ്റ് ചെയ്യും? ഇനാക്ടിവേറ്റ് ഓർ ഇൻഹിബിറ്റ് ഡോസലൈസിങ് ജീൻസ്. ആ ജീൻസിന്റെ പേരെന്തുവാ? സെൻ ആൻഡ് DPP. ഓക്കെ. അപ്പം ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വെൻട്രൽ മോസ്റ്റ് 16 സെൽസിൽ ഈ ഡോസൽ കൂടി നിൽക്കുമ്പോൾ എന്താ, അത് ടിസ്റ്റിനിയം സ്നെയിലിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. അതേസമയം ഈ ഡോസലൈസിങ് ജീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അത് ഇവിടെ എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പോൾ ഡോസൽ സെൽസോ ഡോസൽ സ്ട്രക്ചേഴ്സോ ഒന്നും ഇവിടെ ഫോം ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പോൾ സെയിം സെൽസിൽ ഡോസലിന് ആക്ടിവേറ്റർ ജീൻസ് ആയിട്ടും റിപ്രസർ ആയിട്ടും റോളുണ്ട്. ഡ്യുവൽ ഫങ്ഷൻ, 2 ഫങ്ഷനാണ് ഡോസൽ പ്രോട്ടീൻ. ഓക്കെ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇതിനെ സപ്രസ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ഡോസൽ ജീൻ, ഡോസലൈസിങ് ജീൻ്റെ കാര്യമാണ് പറയുന്നത്, സെൻ. അപ്പം അതിനോട് അറ്റാച്ച് ചെയ്ത് എൻഹാൻസർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എൻഹാൻസർ എന്ന് പറയുന്നത് ജീനിനോട് ചേർന്ന് കാണുന്ന പോർഷനാണ്. അത് ഡൗൺ സ്ട്രീമായിട്ടോ ജീൻ്റെ അപ്സ്ട്രീമോ ഡൗൺ സ്ട്രീമോ ജീൻ്റെ ഇൻട്രോൺസിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കാണാം. എൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന റോളാണ് എൻഹാൻസർ. നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി നിർത്തുക. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഈ സെന്നിൻ്റെ എൻഹാൻസർ റീജിയനിൽ ചില ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ആ ബൈൻഡിങ് സൈറ്റിൽ ഈ ഡോസൽ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പം അതിനോടൊപ്പം വേറെ ചില പ്രോട്ടീൻസ് സം അതർ ബൈൻഡിങ് സൈറ്റ്സിലും വന്ന് ബൈൻഡ് ചെയ്യും. ഈ ബൈൻഡിങ് സൈറ്റ്സിന് പറയുന്ന പേരാണ് സൈലൻസിങ് സൈറ്റ്സ്. എന്ന് പറയും. ഓക്കെ. അവിടെ ഒന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രോട്ടീൻ, മറ്റു പ്രോട്ടീൻ, എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, ആ പ്രോട്ടീൻസും കൂടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പം ഈ പ്രോട്ടീൻസ് ഈ ഡോസലിനെ എനേബിൾ ചെയ്യും. അതിന് ഇറ്റ് ഗീവ് ആൻ ഒരു എബിലിറ്റി കൊടുക്കും വേറൊരു പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ. ആ പ്രോട്ടീൻ്റെ പേരാണ് ഗ്രുച്ചോ. ഈ ഗ്രുച്ചോ എന്ന് പറയുന്നത് ഒരു റിപ്രസർ പ്രോട്ടീനാണ്, ട്രാൻസ്ക്രിപ്ഷനെ റിപ്രസ് ചെയ്യുന്ന പ്രോട്ടീനാണ്. അങ്ങനെയാണ് ഈ സെന്നിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഡോസൽ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ എംബ്രിയോയിൽ ഏത് ഭാഗത്തോ, അല്ലെങ്കിൽ ഒരു എംബ്രിയോ ടോട്ടലി DPPയോ സെന്നോ ഇല്ലെങ്കിൽ അത് ഡോസൽ സ്ട്രക്ചേഴ്സ് ഒന്നും ആ എംബ്രിയോയിൽ ഡെവലപ്പ് ചെയ്തില്ല. അപ്പം ഡോസൽ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ആക്ടിവേറ്റഡ് ആവേണ്ട ജീൻസാണ് DPP ആൻഡ് സെൻ. ഓക്കെ.
ഇനി അതിൻ്റെ ഒരു എന്താ കോൺസൈസ് ആയിട്ട് പോയിന്റ്സ് മാത്രം പറയാം. കേട്ടോ, മീസോഡോം പ്രിക്കസർ സെൽസിൽ ആക്ടിവേറ്റഡ് ആവുന്ന ജീൻസ് ഏതാ? ട്വിസ്റ്റും സ്നെയിലും. അവിടെ സെന്നോ DPPയോ ഉണ്ടാവത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഡോസൽ എപ്പിഡെമിസിൽ ഏത് ഉണ്ടാവും? സെന്നും DPP മാത്രം എക്സ്പ്രസ് ചെയ്യും, ട്വിസ്റ്റോ സ്നെയിലോ ഉണ്ടാവത്തില്ല. ഇനി ഗ്ലിയൽ പ്രിക്കസർ സെൽസിനകത്ത് ഏത് ജീൻസ് ആണ്? ട്വിസ്റ്റും റോംബോയിഡും. ഇനി ലാറ്ററൽ എക്ടോഡോമിൽ ഈ 4 അല്ല, പകരം സോഗാണ് ഞാൻ പറഞ്ഞു. അപ്പം ഈ ജീൻസിന്റെ എല്ലാം എക്സ്പ്രഷനെ ഗവേൺ ചെയ്ത ഒരൊറ്റ ഫാക്ടറാണ് ഡോസൽ പ്രോട്ടീൻ്റെ ഗ്രേഡിയൻറ്റ്. ഡോസൽ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നിടത്ത് മറ്റേത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അത് കുറയുന്നതനുസരിച്ചിട്ടാണ് ഡോസലൈസിങ് ആയിട്ടുള്ള ജീൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഓഫ് ഡോസൽ പ്രോട്ടീൻ ആണ്. അപ്പോൾ ഐ തിങ്ക് every points is clear to you. I'm going to wind up this section. Thank you. I'm an icon, man. And my girl about a 10. I should fuck her in a Benz.